നമസ്കാരം. കഥ തുടരുകയാണ്. 1947 ആഗസ്റ്റ് 15 രാവിലെ 8:30 ആദ്യ മന്ത്രിസഭ അധികാരമേറ്റല്ലോ. ആദ്യ മന്ത്രിസഭയിൽ ഉപപ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. മറ്റാരുമല്ല, ഉരുക്ക് മനുഷ്യൻ എന്ന് കേളികേട്ട സർദാർ വല്ലഭായ് പട്ടേൽ. തുല്യ അളവിൽ തലയെടുപ്പുള്ള മറ്റു പലരുമുണ്ട്. ഡോക്ടർ അംബേദ്കറുണ്ട്, നിയമമന്ത്രിയാണ്, കോൺഗ്രസ്സുകാരനല്ല. മൗലാന അബുൽ കലാം ആസാദുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയാണ്, കോൺഗ്രസ്സുകാരനാണ്, ദേശീയ മുസ്ലിം നേതാവാണ്. ശ്യാമപ്രസാദ് മുഖർജിയുണ്ട്, ഹിന്ദു മഹാസഭാ നേതാവാണ്. ഒരു രാഷ്ട്രീയവുമില്ലാത്ത ഡോക്ടർ ജോൺ മത്തായി ഉണ്ട്. ജോൺ മത്തായി കോഴിക്കോട്ടുകാരനാണ്. പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയുടെ VC ആയൊക്കെ വന്നിട്ടുണ്ട്. രാജഗോപാലാചാരി മൗണ്ട് ബാറ്റന് ശേഷം ഗവർണർ ജനറൽ ആയെങ്കിലും അതും വിട്ട് മന്ത്രിസഭയിൽ വന്ന് ചേരുന്നുണ്ട്. അങ്ങനെ ഘടാഘടിയന്മാർ പലരുമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയത് കോൺഗ്രസിനല്ല രാജ്യത്തിനാണ് എന്ന മുന്നറിയിപ്പോടെ ഗാന്ധിജി നെഹ്റുവിനോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, മന്ത്രിസഭയിൽ എല്ലാവർക്കും പ്രാതിനിധ്യം വേണമെന്ന്. നെഹ്റു അത് നടപ്പിലാക്കി എന്ന് ആദ്യ മന്ത്രിസഭ കണ്ടാലറിയാം. വിഭജനത്തെ തുടർന്നുണ്ടായ വർഗീയ കലാപം, ഇന്ത്യയിൽ ചേരാൻ മടിച്ചു നിന്നിരുന്ന ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളുടെ ലയനം തുടങ്ങി പ്രയാസമേറിയ പല കാര്യങ്ങളും നെഹ്റു ഗവൺമെൻറ്റിന് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. തിരുവിതാംകൂറും ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ജൂലൈ 30 തന്നെ തിരുവിതാംകൂർ ഇന്ത്യയിൽ ലയിച്ചു കഴിഞ്ഞിരുന്നു. ഇതിനിടയിലാണ് ഗാന്ധിവധം. മഹാത്മാഗാന്ധിയെ ഹിന്ദു ദേശീയവാദിയായ നാഥുറാം ഗോഡ്സെ പ്രാർത്ഥനാ യോഗത്തിൽ നുഴഞ്ഞു കയറി വെടിവെച്ചു കൊന്നു. 1948 ജനുവരി 30. ഇതിനെയൊക്കെ തുടർന്നുണ്ടായ സങ്കീർണമായ ആഭ്യന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനിടയിലും അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള നീക്കങ്ങൾ നെഹ്റു നടത്തുന്നുണ്ടായിരുന്നു. 1947 തന്നെ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു യോഗം ദില്ലിയിൽ വിളിച്ചുകൂട്ടി. 48 ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനം പാരീസിൽ ചേർന്നപ്പോൾ നെഹ്റു പങ്കെടുത്തു. ഒരു ഏഷ്യൻ നേതാവായാണ് ഐക്യരാഷ്ട്രസഭയിലെ നയതന്ത്ര പ്രതിനിധികളും വലിയ വലിയ നേതാക്കളും നെഹ്റുവിനെ പരിഗണിച്ചത്. അതിർത്തിയിലെ സംഭവ വികാസങ്ങൾ നാടകീയവും ചടുലവുമായിരുന്നു. 1947 ഒക്ടോബർ 24 പാകിസ്ഥാനിൽ നിന്ന് ഒരു സംഘം ഗോത്രവർഗ്ഗക്കാർ കശ്മീരിലേക്ക് നുഴഞ്ഞു കയറി. അവരുടെ പിന്നാലെ പാകിസ്ഥാൻ പട്ടാളക്കാരുമുണ്ടായിരുന്നു. സംഘർഷം യുദ്ധമായി മാറി. 1949 ജനുവരി 1 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടത്. അതേ വർഷം 1949 നവംബർ 4 ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത്. നവംബർ 20 അത് പാസ്സായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി തീർന്നു. സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്. അതോടെ ഇന്ത്യൻ പാർലമെൻറ്റ് നിലവിൽ വന്നു. ഭരണഘടനാ നിർമ്മാണ സഭ ചരിത്രത്തിലേക്ക് പിന്മാറി. പുതിയ സഭയിൽ പുതിയ കഥയാണ്, തിരഞ്ഞെടുപ്പുകളുടെ കഥ. അതിലേക്ക് നാളെ കടക്കാം.